ഇല്ല എന്നിങ്ങനെ നവി പറയുന്നുണ്ടേ. നിന്നെ നന്നാക്കാൻ പറഞ്ഞതേ ഉള്ളൂ മുത്തശ്ശി. അപ്പോൾ അഭി പറയുകയാണ്, നമ്മൾ തമ്മിൽ വഴക്കും പിണക്കും ഒക്കെ ആണെങ്കിൽ നീ പോയി കഴിയുമ്പോഴത്തേക്കിനും വല്ലാത്തൊരു ഒറ്റപ്പെടലായിരിക്കും എനിക്കെന്നിങ്ങനെ അഭി നവിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നവി പറയുന്നുണ്ടേ, ദേ നീ വെറുതെ കളിക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ടേ. അത് നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല എന്ന് പറയട്ടോ. അപ്പം നവി പറയുകയാണേ, നല്ല രീതിയിലാണ് ചിന്തിച്ചെങ്കിൽ ഓക്കെ ശരി, അല്ല ചീത്ത ബുദ്ധിയോട് കൂടിയിട്ടാണ് നീ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും എന്നിങ്ങനെ നവി പറയുന്നുണ്ട് കേട്ടോ. നീ നല്ല ചിന്തിച്ചാൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവി അവിടെ നിന്ന് പോകും കേട്ടോ. അടുത്തായിട്ട് കാണിക്കാൻ നമ്മുടെ ദേവയാനിയും നയനെ ഇങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുകയാണ്, ചേച്ചിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അഭിയായിരുന്നു, ചേച്ചിക്കൊപ്പം ഇന്ന് ഇവിടേക്ക് വരേണ്ടതും അഭിയായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിനൊന്നും അവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവനങ്ങനെ പോയില്ലേ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഏതൊരു ഭാര്യയ്ക്കും ഇഷ്ടം അവനവൻ്റെ ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുമ്പോഴാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോളുടെ ചേച്ചിക്ക് വേണ്ടുന്നതൊക്കെ ആദ്യം എടുക്കുക, പിന്നീട് നമുക്കുള്ളതൊക്കെ എടുക്കാം. അതെടുക്ക് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാരികളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ നല്ല ലാവിഷായിട്ട് അവരിങ്ങനെ സാധനമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് കാണിക്കുക നമ്മുടെ വേണുവിനെയൊക്കെയാണ്. വേണുവും ഭാര്യയും അതുപോലെ തന്നെ അനാമികയും നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ സാധനം എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛൻ ഇതുവരെ എനിക്കൊന്നും മേടിച്ച് തന്നിട്ടില്ല, അവനും എനിക്കൊന്നും മേടിച്ച് തരത്തില്ല. എന്നിട്ട് പറയും, മോളെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നത്തേക്കിനും അനാമിക പറയുന്നുണ്ട്, ഞാൻ കുറേ കൊണ്ടും തന്നല്ലോ, അപ്പോൾ ആ പൈസ ആണെങ്കിലും വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ച് തന്നോട്ടെ എന്നിങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് വർത്താനം പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ നയന ഇങ്ങോട്ട് എണീക്കുക കേട്ടോ. എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ ബ്ലൗസ് പീസ് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ എണീച്ച് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും നയനയാണ് ആദ്യം പെട്ടെന്ന് എണീക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കിനും ഇതേ അമ്മേ അനാമികയും അച്ഛനും അമ്മയെന്ന് പറയും കേട്ടോ. എവിടെയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയും പെട്ടെന്ന് എനിക്ക് ഇതിപ്പോൾ എവിടെയാണ് പോയി വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് നമ്മുടെ ദേവയാനി വിളിക്കും കേട്ടോ. പിന്നെ നയന ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അനാമികയുടെ നെക്സ്റ്റ് നോട്ടം വരുന്നത് നമ്മുടെ നയനയിലേക്കാണ്. അപ്പോൾ പറയുകയാണ്, നോക്ക് ആരെ കാണരുതെന്ന് വിചാരിച്ചോ, അവൾ തന്നെ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അനാമികയും അച്ഛനും അമ്മയും കൂടെ ഓടി നമ്മുടെ നയനയുടെ അടുത്തേക്ക് വരും കേട്ടോ. 10 പുത്തൻ കിട്ടിയതല്ലേ, സാധനം ഡ്രസ്സ് എടുക്കാൻ വന്നതായിരിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് നിനക്ക് മുടക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയുവേ. അപ്പോൾ വേണു പറയുകയാണ്, ശമ്പളമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം വീട്ടുകാർക്കാണ് കൊടുക്കേണ്ടത്. എൻ്റെ ഭർത്താവാണ് എനിക്ക് ശമ്പളം തന്നത്, അത് തന്നെയല്ല ഭർത്താവ് വേണ്ടുന്ന രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ടതിനുള്ള രീതിയിൽ നീ അതൊക്കെ വിനിയോഗിച്ചു എന്ന് എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുവേ, അങ്ങനെ ആദർശ് അങ്ങനെയൊക്കെ പറയും.